വേഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ലേവിയുടെ മകനായ കോഹത്തിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ മകനായ കോറഹും റൂബേൻ ഗോത്രത്തിലെ എലിയാബിൻ്റെ പുത്രനായ ദാത്താൻ, അബീറാം എന്നിവരും പൈലിൻ്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരായ 250 പേരും മോശയെ എതിർത്തു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു, നിങ്ങൾ അതിര് വിട്ടു പോകുന്നു. സമൂഹം ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്. കർത്താവ് അവരുടെ മധ്യയുണ്ട്. പിന്നെന്തിന് നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിന് മീതെ നേതാക്കന്മാരായി ചമയുന്നു? ഇത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു. അവൻ കോറഹിനോടും അനുചരന്മാരോടും പറഞ്ഞു, തനിക്കുള്ളവൻ ആരെന്നും വിശുദ്ധനായവൻ ആരെന്നും നാളെ പ്രഭാതത്തിൽ കർത്താവ് വെളിപ്പെടുത്തും. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അടുത്തു വരാൻ അവിടുന്ന് അനുവദിക്കും. നാളെ കോഹറും അനുചരന്മാരും കർത്താവിൻ്റെ മുമ്പിൽ ധൂപകലശമെടുത്ത് അതിലെ തീയിൽ കുന്തിരിക്കമിടട്ടെ. കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കും വിശുദ്ധൻ. ലേവി പുത്രന്മാരെ, നിങ്ങളുടെ പ്രവൃത്തി വളരെ കടന്നുപോയി. മോശ കോറഹിനോട് പറഞ്ഞു, ലേവ്യരെ ശ്രദ്ധിക്കുവിൻ. കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനം ചെയ്യുവാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? അവിടുന്ന് നിന്നെയും നിന്നോടൊപ്പം ലേവിപുത്രന്മാരായ നിൻ്റെ സഹോദരന്മാരെയും തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നില്ലേ? നിങ്ങൾ പൗരോഹിത്യം കൂടി കാക്ഷിക്കുന്നുവോ? കർത്താവിനെതിരെയാണ് നീയും അനുചരന്മാരും സംഘം ചേർന്നിരിക്കുന്നത്. അഹ്റോനെതിരെ പിറുപിറുക്കാൻ അവൻ ആരാണ്? അനന്തരം എലിയാബിൻ്റെ മക്കളായ ദത്താനെയും അബീറാമിനെയും വിളിക്കാൻ മോശ ആളയച്ചു. എന്നാൽ വരില്ല എന്ന് അവർ പറഞ്ഞു, മരുഭൂമിയിൽ വെച്ച് കൊല്ലേണ്ടതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് നിനക്ക് മതിയായില്ലേ? ഞങ്ങളുടെ അധിപനാകാൻ ശ്രമിക്കുക കൂടി ചെയ്യുകയാണോ? മാത്രമല്ല, നീ ഞങ്ങളെ തേനും പാലും ഒഴുകുന്ന ദേശത്ത് എത്തിച്ചില്ല. നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും കൈവശപ്പെടുത്തി തന്നതുമില്ല. അവരെ അന്ധരാക്കാമെന്നാണോ ഭാവം? ഞങ്ങൾ വരില്ല. പ്രിയമുള്ളവരെ, ഇവർ നേതൃത്വം കൊടുത്തവർ മോശയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അവിടെ മോശയ്ക്കും അഹ്റോനുമെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അവർ അതുവരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളെയൊക്കെ തമസ്കരിച്ച് കളയുന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്കിവിടെ കേൾക്കാം. അവിടെ പഴയ ഈജിപ്തിലെ ജീവിതം തേനും പാലും ഒഴുകുന്നതായിരുന്നു എന്നും അവിടുന്ന് കൊണ്ടുവന്നത് ഇവർക്ക് നാശത്തിലേക്ക് പോയെന്നും ആ വാഗ്ദാനം ചെയ്ത പോലെ ഒന്നും അവർക്ക് കൊടുത്തില്ലെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ. എന്നിട്ട് വീണ്ടും നീ ഞങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്നു, ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞ് വേർതിരിച്ച് മറുതലിച്ച് നിൽക്കുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാം. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മോശയ്ക്കും അഹ്റോനും എതിരെ തിരിയുന്ന അവസ്ഥ വളരെ വേദനാജനകമാണെന്ന് നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിലെ ഇന്ന് ഇതുപോലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാറുണ്ടോ നമ്മൾ ആരെങ്കിലുമൊക്കെ? പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളുടെ പൗരോഹിത്യ മേഖലയിലാണേലും കൊള്ളാം, അൽമാരുടെ മേഖലയിലായാലും കൊള്ളാം, ആരെങ്കിലുമൊക്കെ തലപൊക്കി വരുമ്പം അത് വെട്ടിക്കളയുവാനുള്ള പ്രവണത നമ്മളിലെല്ലാം സജീവമാണ്. അത് ക്രിസ്ത്യാനി ഒരുത്തിനെ പോലും വളർത്താതെ നാമ്പ് നുള്ളിക്കളയുന്ന മനോഭാവക്കാരാണെന്ന് വളരെ വ്യക്തമാണ്. അത് സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും നമുക്ക് കാണാം. രാഷ്ട്രീയത്തിൽ പോലും നമ്മുടെ ആളുകളെ വളരാൻ അനുവദിക്കാതെ തകർത്ത് കളയുന്നതിൽ നമ്മൾ തന്നെ പുറകിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരെ നേതൃത്വം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വിധ മനോഭാവം നമ്മുടെ നാശത്തിനല്ലാതെ നന്മയ്ക്ക് ഉപകരിക്കത്തില്ല എന്നത് ഇവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം തെരഞ്ഞെടുത്ത് ആരെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നേതൃപാഠവും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവനെ ആദരിക്കാനും അംഗീകരിക്കാനും അവന് പ്രോത്സാഹനം കൊടുക്കുവാനും
അവനിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി കാണിച്ചുകൊണ്ട് അവനെ മുന്നോട്ട് നയിക്കുവാനുള്ള കടമ നമുക്കെല്ലാവർക്കുമുണ്ട്. ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ സമൂഹത്തെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ സഭാ സംവിധാനത്തെ, സമുദായത്തെ നിത്യമായിട്ടും വിശുദ്ധീകരിച്ചെടുത്തുകൊണ്ട് ലക്ഷ്യത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കുവാൻ, നേതൃത്വം കൊടുക്കേണ്ടടുത്ത് നേതൃത്വം കൊടുക്കാനുള്ളവരെ സജ്ജമാക്കാനൊക്കെയുള്ള കൃപ നമുക്ക് കിട്ടട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.